ഈ വലിയ ആഘോഷിക്കപ്പെടാറുമില്ല മന്ത്രിയായിരിക്കുമ്പോൾ. അങ്ങനെ വലിയ മീഡിയ പബ്ലിസിറ്റി അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ തുടർച്ചയായി പത്രസമ്മേളനം നടത്തി പറയുക, അതൊന്നും പതിവില്ല, പണ്ട് തൊട്ടേ പതിവില്ലാത്തതാണ്. ആര് ചോദിച്ചാൽ പറയാന്നല്ലാണ്ട് വകുപ്പിനെ കുറിച്ച് പോലും അങ്ങനെ കാര്യമായി പത്രങ്ങളിലൊന്നും താങ്കൾ അങ്ങനെ വാർത്താസമ്മേളനം നടത്തിയിരുന്ന കാര്യങ്ങൾ നടത്തി ഉദ്ഘാടന കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് പറയുന്നല്ലാതെ അതൊന്നും അങ്ങനെ. അപ്പോൾ സ്വാഭാവികമായും പത്രക്കാർ മറ്റുള്ളവരെ കണ്ട് ചോദിക്കുന്നവരെ നമ്മൾ ചോദിക്കാറുമില്ല. എന്താ പത്രക്കാർക്കൊരു എന്തുകൊണ്ടാണ് പത്രക്കാരെ വിമുഖതയുണ്ടോ? വിമുഖത എനിക്ക് വിമുഖതയൊന്നുമില്ല. കാരണം പത്രക്കാരുടെ കണ്ണിൽ ഞാൻ അങ്ങനെ ഒരു സെലിബ്രിറ്റി മന്ത്രിയല്ല, അല്ല അതൊരു ശീലത്തിന്റെ ഭാഗമായിരിക്കും അല്ലേ, പണ്ട് തൊട്ടേ ശീലിച്ചു. ഏത് മാധ്യമമായത് ആ മാധ്യമങ്ങളോട് സ്നേഹവും ബഹുമാനം ആദരവുണ്ട്. ജനാധിപത്യത്തിന്റെ സ്രോതസ്സുകളൊന്നാണ് മാധ്യമം. ആ മാധ്യമ ലോകത്തെ അവഗണിച്ചുകൊണ്ട് ഒരു നേതാവിനും ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വിനീത വിധേയനായി സ്നേഹാദരപൂർവ്വം അവരെ കാണും, സ്നേഹിക്കും, ബഹുമാനിക്കും. പക്ഷെ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന നിലക്കുള്ള വിവാദങ്ങളോ വാക്കുകളോ ഒന്നും പറഞ്ഞു ഇയാളുടെ അടുത്ത് പോയപ്പോൾ ഒന്നും കിട്ടൂല. അല്ലേ, ഞാനിപ്പോൾ ഒരു LDF കഴിഞ്ഞു വരുന്നു, വ്യവസായം കഴിഞ്ഞു വരുന്നു, എന്താണ് അതൊക്കെ പറയേണ്ട ആളുകൾ പറയും. അഴിമതിയുമായിട്ട് നമ്മൾ ഒരു വിഷയമില്ല, ഏത് വിഷയം ചോദിച്ചാലും ശരി. അല്ല, രണ്ടു മന്ത്രിയായിട്ടിരുന്നിട്ടും അങ്ങനെ ഒരു ആരോപണം താങ്കളുടെ വകുപ്പുകളിലൊന്നും താങ്കൾ അങ്ങനെ സഹപ്രവർത്തകരെയും അത്തരം കാര്യങ്ങളിൽ നിന്ന് തൊട്ടുപോരെന്ന് പറയും അല്ലേ? എങ്ങനെ? പിന്നെ അതാണ് അഗാന്ധി മൂല്യങ്ങൾ. മനസ്സിലായില്ലേ? ഒരുപാട് പേര് കൂടെ നിന്ന് ഒരുപാട് പേര് പാർട്ടി വിട്ടുപോവുകയും അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണോ? ഇത്തരം പല കാര്യങ്ങളും നിലപാടിന്റെ ഭാഗമായിട്ടാണോ? അവരൊക്കെ നിൽക്കുമ്പോൾ രാഷ്ട്രീയം കൊണ്ടിങ്ങനെ നമ്മൾ പോലെ കട്ടൻ ചായ കുടിച്ച് നടക്കണമെന്നല്ല ചിന്തിക്കുന്നത്. ഞാനിപ്പോൾ അന്ന് ഇന്ന് കട്ടൻ ചായ കുടിക്കുന്നു, അതില്ലാത്ത ഒരു റോഷപ്പഴം കൊണ്ട് നമ്മളെ ഇത് ഇതല്ല, അതൊക്കെ ആഘോഷപൂർവ്വം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ടാവില്ല. അപ്പോൾ അതിനൊരു നമ്മൾ ഈ വിജയങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് പരാജയങ്ങളും തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയാ രണ്ടും നേരിടുന്നത്? എങ്ങനെയാണ്? അതൊന്നും ഒരു പ്രയാസമില്ല. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കുന്നതല്ലേ. ജനങ്ങളെ അത് നേരിടുക എന്നുള്ളതാണ്. ആദ്യമായി മത്സരത്തിൽ പങ്കെടുക്കുന്ന തന്നെ നിങ്ങൾ പറഞ്ഞു 26-ാം തീയതി കാസർഗോഡാണ്. അവിടെയാണ് ഇതൊരു മഹാരഥനായിട്ട് ഏറ്റുമുട്ടിയിട്ട്. അതൊക്കെ എന്തോ ഒരു വിജ്ഞാതമായൊരു ശക്തിവിശേഷമുണ്ട് ഇത് ഡിസൈഡ് ചെയ്യുന്നതിന്. മനസ്സിലായില്ലേ? സ്കൂളിൽ പോകാൻ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, പുസ്തകം മേടിക്കാൻ കഴിയാതെ ഇങ്ങനെ ജീവിച്ചൊരു വ്യക്തിയായി ഞാൻ ആദ്യം തന്നെ 26-ാമത്തെ വയസ്സിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ അതൊരു ലോകം തന്നെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കും ആ മഹാലോകത്തെത്തി. ഞാൻ എന്താണത് കാസർഗോഡ് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്നതാണ് പാവങ്ങളുടെ പടത്തലവനായ AKG പാലക്കാടേക്ക് പോയിട്ടാണ് സ്വാഭാവിക ഒരു രാഷ്ട്രീയ പോരാട്ടമാകുമ്പോൾ പിന്നെ രാഷ്ട്രീയ പോരാട്ടമാണല്ലോ, അതിൽ വ്യക്തിപരമായ ഒരു അപ്പോഴെല്ലാം സ്നേഹാദരങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പമില്ല. ഞാൻ വ്യക്തിപരമായ ഒരു പരാമർശം അന്ന് ഇന്നും നടത്താറില്ല എതിരാളികളെ കുറിച്ച്. പിന്നീട് ഈ പരാജയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് വലിയ സാധനം ഇവരല്ല എന്നെ തോപ്പിച്ചേ. നർമ്മബോധമുള്ളൊരു അദ്ദേഹം നേരിട്ട് കണ്ടപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? എങ്ങനെയാണ് അദ്ദേഹം പിന്നീട് കണ്ടുകൊണ്ടിരുന്നത്? ആ ഒരു പരാജയപ്പെടുത്തിയ വ്യക്തി എന്നുള്ള ഫീൽ ഒന്നുമില്ല. ഈ എങ്ങനെയാണ് പിണറായി വിജയൻ 3ാമത് തവണയും കണ്ണൂരിൽ, പിണറായി വിജയൻ വലിയ വിശ്വാസത്തോടെ ഏൽപ്പിച്ചിരിക്കുകയാണ്, മന്ത്രിസഭയിൽ അംഗമാക്കി. പിണറായിയായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അടുത്ത കാലത്തായി ഈ പൊതുയോഗങ്ങളിലൊക്കെ പ്രസംഗങ്ങളിലൊക്കെ ഉള്ള പരാമർശങ്ങളെക്കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പല പ്രയോഗങ്ങൾ നടത്തുന്നു. സുധാകരനെ പാർട്ടി വിട്ട് സുധാകരനെ അത്തരത്തിൽ വർഗവഞ്ചകൻ, അങ്ങനെ പല പ്രയോഗങ്ങൾ നടത്തുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ ശൈലിയാണോ? എങ്ങനെയാണ് അദ്ദേഹത്തെ അടുത്ത് അറിഞ്ഞൊരാളെന്ന നിലയിൽ? അതായത് ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തോടും രാഷ്ട്രീയത്തോടും കുടുംബത്തോടും സ്നേഹിതന്മാരോടുള്ള ഓരോ സമീപനം സർഗാത്മകമായിട്ടുണ്ട്. അത് വ്യത്യസ്തമായിരിക്കും. അതിൽ നിന്നൊരു അത്ഭുതപ്പെട്ടൊരു കാര്യമില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു ആത്മധൈര്യത്തിൻ്റെ ഒരു ശക്തിയായിട്ടാണ് ആളുകൾ കാണുന്നത്. പറയേണ്ടത് പറയും, ആരുടെ മുഖത്ത് നോക്കിയിട്ടും പറയും, പറയേണ്ട സമയത്ത് പറയും. അത് ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ട് പറയുന്നതല്ല. അപ്പോൾ പറയും. അത് ഏത് പ്രശ്നമായാലും, ആഭ്യന്തര പ്രശ്നമോ ബാഹ്യമായ പ്രശ്നമോ പൊളിറ്റിക്കൽ എല്ലാം എന്തായിരുന്നാലും അത് തുറന്ന് പറയുന്നൊരു സ്വഭാവ പ്രവണതയാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. ഈ പരനാറി പ്രയോഗവും രാഷ്ട്രീയ ചട്ടത്തരവും കടക്ക് പുറത്തും ഒക്കെ ഒരു രാഷ്ട്രീയക്കാരന് ഭൂഷണമാണോ? ജനങ്ങൾ അതിനോട് എങ്ങനെയാണ് കാണുന്നുള്ളത്? അതല്ല, അതിപ്പോൾ ഇത് ഞാൻ പറയുന്നത് പത്രക്കാർ അത് മാത്രം എടുത്തങ്ങനെ സത്യം പറഞ്ഞാൽ അതിപ്പോൾ ഒരു പെട്ടെന്ന് പദപ്രയോഗങ്ങളൊക്കെ ചിലപ്പോൾ
അറിഞ്ഞ ബോധപൂർവ്വം അല്ലാണ്ട് തന്നെ അറിഞ്ഞാൽ അതൊക്കെ വരും സംസാരിക്കുമ്പോൾ. ഒരു വാക്കുപിഴ, നാക്കുപിഴ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അദ്ദേഹം പറയുന്നത് അത് വീണ്ടും ആവർത്തിക്കാറുണ്ട്. ഈ രാഷ്ട്രീയ ചട്ടത്തരം എന്നൊക്കെയുള്ള പ്രയോഗം ഞാനിത് നാക്കുവഴി അല്ല, മനഃപൂർവ്വം പറഞ്ഞാണെന്ന് ബോൾഡായി പറയാറുണ്ട്. അതിന്റെ ശൈലി എങ്ങനെയാണ്? ഓരോരോ വ്യക്തികളുടെ ഒരു രാഷ്ട്രീയ നിലപാടും പിന്നെ ഒരു സമീപനം എല്ലാം ഉണ്ടല്ലോ. ഒരു ജന്മസിദ്ധമായ ഒരു സ്വഭാവം. അതിൻ്റെ ഭാഗം എന്നല്ലാണ്ട് അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അയാൾ വളരെ ഭീകരനാണെന്ന് ചിത്രീകരിക്കുന്നത് ശരിയല്ല. അയാൾ ഈ പറയുന്ന മാതിരിയൊന്നുമല്ല. അയാൾ നല്ല മാനുഷികമായ ഭാവങ്ങളുള്ള സ്നേഹമുസൃണനായ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വളരെ. പക്ഷെ പുറത്ത് ചിത്രീകരിക്കപ്പെടുന്നത് വളരെ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ചില കാര്യം തീരുമാനം എടുക്കുന്നതിന് കാർക്കശ്യം ആവശ്യമാണ്. അല്ലാതെ ഇങ്ങനെ നാട്ടില്ലാണ്ട് ഇങ്ങനെ വെച്ചാൽ അത് ചില കാര്യങ്ങൾ കർക്കശമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് പ്രത്യേകിച്ച് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി എന്ന നിലക്ക് ആ പദവി അലങ്കരിക്കുന്നത് ആവശ്യമാണ്. അല്ലാണ്ട് ഇങ്ങനെ നമ്മളെ മാതിരി ഇങ്ങനെ അതും പറയാൻ പറ്റില്ല. അത് ആ പദവിയോടും സ്ഥാനമാനങ്ങളോടും ഉത്തരവാദിത്തത്തോടും നീതി പുലർത്തുന്ന ഒരാളാണെന്നുകൊണ്ടാണ് പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയിട്ട്. അത് തൻ്റെ സ്ഥാനവും പദവിയും നോക്കി പിന്നെ എങ്ങനെ ബാധിക്കുന്നില്ല. പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ള ആത്മധൈര്യം, നട്ടല്, അതാണ് പിണറായി വിജയൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. ഈ മൂന്നാം തവണയാണ് കണ്ണൂരിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 2000 താഴെയായിരുന്നു ഭൂരിപക്ഷം. അത് ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഇത്തവണ കുറച്ചുകൂടെ ടൈറ്റല്ലേ, ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. 46 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യം ജയിക്കാത്തതായിരുന്നു കണ്ണൂർ. ബഹുമാനപ്പെട്ട പിണറായി സഖാവ് പറഞ്ഞു, പാർട്ടി സെക്രട്ടറിയാണ് രാധാപള്ളി. ഞാൻ പറഞ്ഞു സഖാവ് പറഞ്ഞാൽ എവിടെയായാലും മത്സരിക്കാം. അങ്ങനെയാണ് 46 വർഷത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി ഞാൻ ജയിക്കുന്നത്. രണ്ടാമത് പറഞ്ഞാൽ അന്നൊരു അബദ്ധം പറ്റിയാണ്. അത് അബദ്ധം പറ്റിയതോ സുബദ്ധം പറ്റിയതോ ആയാലും ശരി, എത്ര വോട്ട് നില കണ്ണൂരിൽ അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം മാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ആസ്ഥാന കേന്ദ്രമാക്കി മാറ്റാൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പുകളിലൂടെ എന്നതാണ് ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ നമ്പറല്ല. ആരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. തോറ്റവരും പ്രതീക്ഷിച്ചിട്ടില്ല, ജയിച്ചവരും പ്രതീക്ഷിച്ചിട്ടില്ല ഈ സംഭവം ഉണ്ടാവുന്നത്. അവിടെയാണ് ഈ മാറ്റമുണ്ടായത്. അപ്പോൾ ഈ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലും ആ സാഹചര്യം, രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്ന് ആത്മധൈര്യത്തോടു കൂടിയാണ്, വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. സുധാകരൻ്റെ പിണക്കം ഒരു പോസിറ്റീവ് ഘടകമാവോ? അതല്ല, മറുഭാഗത്തുള്ളതല്ല, അത് അവരുടെ ഒരു വിഷയമല്ല. അതൊന്നും ഞങ്ങൾ പിന്നെ പരാമർശിക്കാൻ ആഗ്രഹിച്ചില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭരണ നേട്ടവും പിണറായി സർക്കാർ നേട്ടങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും ഇവിടെ 1647 കോടി രൂപയുടെ ഒറ്റപ്രവർത്തനമാണ് ഈ മലയാളത്തിൽ നടത്തിയത്. ആ കാര്യങ്ങളൊക്കെ പറയും. മറ്റേത് പ്രാസംഗികന്മാർ ആരെങ്കിലും പറയുന്നതല്ലാതെ അതൊന്നും നമ്മുടെ പ്രചരണ രംഗത്തെ ഒരു ആയുധമായും ഒരു വാക്പ്രയോഗമായും മാറ്റാൻ ആഗ്രഹിക്കുക. അത് അവരുടേതായ വിഷയങ്ങളുണ്ട്, അത് കൈകാര്യം ചെയ്യുന്നു, അവർ കൈകാര്യം ചെയ്യുന്നു. ഈ പാർട്ടിയിൽ തന്നെ NCP, താങ്കളുടെ പാർട്ടിയിൽ തന്നെ കോൺഗ്രസ് തന്നെ ഒരു മറ്റൊരു രണ്ടാമതൊരു തലമുറ വളർന്നു വരുന്നുണ്ടോ? ഇനിയും ഒരു കരുത്തുള്ള നേതൃത്വം വരുന്നുണ്ടോ? പിന്നെ യൂത്ത് കോൺഗ്രസിനൊക്കെ നേതാക്കന്മാരുണ്ട്. ഒപ്പം ഈ ജയിച്ചാലും തോറ്റാലും ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുമോ, മത്സരരംഗത്ത് ഉണ്ടാകുമോ? അതൊന്നും ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇതിനാൽ കഴിയാതെ അങ്ങനെ പറയാൻ കഴിയുന്നില്ല. ഒരുപാട് സമയമായി. ശരി, വലിയ ഉപകാരം. അപ്പം കുരുത്തോല പെരുന്നാൾ ദിവസമാണ് ഇത്രയും സമയം ചെലവഴിച്ചു. കാരണം തെരഞ്ഞെടുപ്പ് രംഗം കൂടെ ഒക്കെ ആകുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇത്ര സമയം കളയുക എന്ന് പറയുന്നത് ഞങ്ങളൊരു തെറ്റാ ചെയ്തത്. നിങ്ങള് പ്രധാനപ്പെട്ട ഒരു ചാനൽ ഇങ്ങനെ പറയുമ്പോൾ അത് നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ വിലപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളതും വിലപ്പെട്ട സമയമാണ്, എല്ലാവരും വിലപ്പെട്ട സമയമാണ്. അപ്പോൾ എല്ലാ ആശംസകളും. മൂന്നാം ഇത്തവണയും നമ്മൾ നിയമസഭയിൽ തിരുവനന്തപുരത്ത് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയൊക്കെ ഒരു വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കാം. ഓക്കെ സാർ, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.